ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. മണ്ണിന്റെ pH ലെവൽ അനുസരിച്ചിട്ട് പൂക്കൾക്ക് നിറം മാറ്റാൻ പറ്റുന്ന ഒരു ചെടിയെക്കുറിച്ചാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെയാണ് മണ്ണിന്റെ pH ലെവൽ അനുസരിച്ചിട്ട് പൂക്കൾക്ക് 3 കളർ കിട്ടുന്നതോ, അതുപോലെ തന്നെ ഈ ചെടി അതായത് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സിന്റെ കംപ്ലീറ്റ് കെയറിങ്, പിന്നെ ഇതിന് നന്നായിട്ട് ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വളമാണ് കൊടുക്കുന്നത് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഒരു പണ്ട് മുതലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുവരുന്നൊരു ചെടിയാണല്ലേ നമ്മുടെ ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സ്. പിങ്ക്, വൈറ്റ്, ബ്ലൂ കളറിലാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് പൂക്കൾ കാണുന്നത്. ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് പിങ്കും വൈറ്റും ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബൊക്ക പോലെയാണ് കേട്ടോ പൂക്കൾ ഉണ്ടാക്കി. അത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇതിലുള്ള പൂക്കളായിരിക്കും ബൊക്ക പോലെ. അപ്പോൾ ഈ പൂക്കൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു 6 അല്ലെങ്കിൽ 5-6 മാസത്തേക്ക് നമുക്ക് പൂക്കൾ കൊഴിഞ്ഞു പോകാതെ നമ്മുടെ ചെടിയിൽ തന്നെ നിൽക്കും. വീണ്ടും അതിനിപ്പോൾ 5 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറിയിട്ട് ഒരു പച്ച കളറിലേക്ക് വരില്ലാതെ ഇത് പൂക്കൾ നമുക്ക് കൊഴിഞ്ഞു പോകില്ല. പിന്നെ നമുക്ക് ആ തലഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് നമുക്ക് കെയറിങ് നോക്കാം. ഫസ്റ്റ് കെയറിങ് നമുക്ക് ഇതിൻ്റെ സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടേണ്ട ഒരു ചെടിയാണ് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സ് കേട്ടോ. സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ നമുക്കറിയാം പൂക്കളുള്ള ചെടികളൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുള്ളൂ. അതും നല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്, അതായത് സമ്മർ സീസണിൽ. കാരണം നല്ല വെയിലുള്ള സമയത്താണ് പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ സൺലൈറ്റ് അത്യാവശ്യം ആവശ്യമുള്ളൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ചെടി കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ നല്ല വേനൽക്കാലത്തൊക്കെ 2 പ്രാവശ്യം നമുക്ക് നനച്ച് കൊടുക്കാം കേട്ടോ. കാരണം നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സ് കേട്ടോ. പിന്നെ നമുക്ക് നല്ലൊരു പോട്ടി മിക്സിലൊക്കെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബുഷിയായിട്ട് ഈ പ്ലാന്റ് നന്നായിട്ട് വളർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്കാണ്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് കാര്യമുള്ളത് നമ്മൾ ഒരു ചെടിയിലെ 3 കമ്പ് എടുത്തിട്ട് 3 കളർ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് 3 കമ്പെടുക്കാം. അപ്പോൾ കമ്പെടുത്തിട്ട് നമുക്ക് ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയിൽ നമുക്ക് മണ്ണ് ചാണകപ്പൊടി എല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുക, കുമ്മായം കൂടി ചേർത്ത് കൊടുക്കുക. കുമ്മായം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന പൂക്കൾ വൈറ്റ് കളർ പൂക്കളായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും, വൈറ്റ് കളർ പൂക്കളായിരിക്കും. ഇനി രണ്ടാമത്തെ കമ്പ് നമുക്ക് ഇതുപോലെ മണ്ണും മണലും അതുപോലെ തന്നെ ചകിരിച്ചോറെല്ലാം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് ചാരം കൂടി ഉൾപ്പെടുത്താം. ചാരം ഇട്ടിട്ട് ചാരം കൂടി ഉൾപ്പെടുത്തുക. ചാരത്തിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒരു തുള്ളിയൊക്കെ ഡൈലൂട്ട് ചെയ്തിട്ട് ചാരത്തിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന പൂക്കൾ പിങ്ക് നിറത്തിലായിരിക്കും കേട്ടോ. പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ്. അപ്പോൾ ചാര ആഡ് ചെയ്യുമ്പോൾ പിങ്ക് നിറത്തിലും അതുപോലെ തന്നെ കുമ്മായി ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് നിറത്തിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. പിന്നെ മൂന്നാമത്തെ കമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെയുള്ള പോട്ടി മിക്സിനകത്ത് നമുക്ക് ഇരുമ്പിൻ്റെ തുരുമ്പ് പിടിച്ച ആണി ഉണ്ടാവില്ലേ, തുരുമ്പ് പിടിച്ച ആണി നമുക്ക് ആ മണ്ണിലേക്ക് ഇറക്കി കൊടുക്കുക. അല്ലെങ്കിൽ അതായത് തുരുമ്പായിട്ടുള്ള പൊടി നമുക്ക് ആ മണ്ണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന പൂക്കൾ ഏത് കളറായിരിക്കുന്നോ, നല്ല ബ്ലൂ കളറായിരിക്കും കേട്ടോ അതിൽ വരുന്ന പൂക്കൾ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ 3 കളറിൽ നമുക്ക് തന്നെ ഈ ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സ് 3 കമ്പ് അല്ലെങ്കിൽ നേഴ്സറിയിൽ നിന്ന് 3 കളർ ചെടിയൊന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ തന്നെ കമ്പെടുത്തിട്ട് നമുക്ക് 3 കളർ ഇതുപോലെ മണ്ണിൻ്റെ pH ലെവൽ, അതായത് pH ലെവൽസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ആസിഡിറ്റി ഉണ്ടെങ്കിൽ, അതായത് ആസിഡിൻ്റെ പോലെ ചാരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിങ്ക് നിറത്തിലോ, നമുക്ക് ആൽക്കഹോൾ അതിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നീല കളറും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുമ്മായൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളറിലും പൂക്കൾ കിട്ടും. പിന്നെ ഇതിൽ നിറയെ നല്ല രീതിയിൽ പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വളം, നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നട്ട് കൊടുത്തതെങ്കിൽ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, DAP നമുക്ക് നല്ല പറയുക ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഉള്ള DAP എടുത്തിട്ട് ഒരു 4-5 വലിയ ചട്ടിയിലെ ചെടിയാണെങ്കിൽ ഒരു 10 തരിയൊക്കെ എടുത്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ട് 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ NPK 19-19-19 ഈ 2 വളവും മതി നമ്മുടെ ഈ ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള NPK 19-19-19 നമുക്ക്
ചെറിയൊരു സ്പൂണിലെടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇലയിലും തണ്ടിലും മണ്ണിലും വേരിലും ഒക്കെ നമുക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറിങ് ഉണ്ട്. അപ്പോൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിറം മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് പൂക്കളുടെ നിറം മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കുമ്മായം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേറെ ചട്ടിയിൽ നമുക്ക് ചെറുനാരങ്ങ അല്ലെങ്കിൽ ചാരം ആഡ് ചെയ്തിട്ട് നട്ടു കൊടുക്കുക. നമുക്ക് ഇരുമ്പ് ആക്കിയുള്ള തുരുമ്പ് പോലത്തെ അതൊക്കെ എടുത്തിട്ട് നമുക്ക് പിന്നെ തുരുമ്പ് പിടിച്ച പിന്നെ ഇരുമ്പിൻ്റെ എന്തായാലും വേണ്ടിയില്ല അതിട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുത്താൽ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.